മാനവ വികസനത്തിന്റെ ഏത് സൂചികയെടുത്താലും കേരളത്തിന് അഭിമാനാവഹമായ സ്ഥാനം കൈവരിക്കാനായത് ജനകീയ ആസൂത്രണം കൊണ്ടാണെന്ന് മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ജനകീയ ആസൂത്രണത്തിന്റെ ഏറ്റവും വലിയ നേട്ടമെന്നും തോമസ് ഐസക് പറഞ്ഞു. കോസ്റ്റ് ഫോർഡിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലയിലെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അയ്യന്തോൾ കോസ്റ്റ് ഫോർഡിൽ സംഘടിപ്പിച്ച ഏകദിന സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ നിയമം ഈ തീരുമാനിക്കാൻ വേണ്ടി സെക്രട്ടറി എന്നൊരു കമ്മിറ്റി നിയോഗിച്ചു. പക്ഷെ EMS പറഞ്ഞു എന്ത് നിയമം ഉണ്ടാക്കണമെങ്കിലും ജനപിന്തുണ വേണം. അതുകൊണ്ട് സെക്രട്ടറി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോഴേക്കും അത് നടപ്പാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛ കേരളത്തിൽ ഉണ്ടാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വേണം എന്ന് തീരുമാനിക്കുന്നതിന് പ്രായോഗിക പരീക്ഷണം നടത്തുന്നതിനും ഒരു ബഹുജന പ്രസ്ഥാനം വേണം. അങ്ങനെയാണ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത്. 1997 ജനകീയാസൂത്രണം ആരംഭിക്കുമ്പോൾ സംസ്ഥാനത്ത് 60% ദാരിദ്ര്യ നിരക്ക് 0.5 എന്ന രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിക്കാനും അതിദാരിദ്ര്യം ഇല്ലാതാക്കാനും കഴിഞ്ഞു. ഈ മാറ്റത്തിന് പ്രാദേശിക സർക്കാരുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ വിചാരിച്ച പോലെ ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെന്നും പ്രാദേശിക സാമ്പത്തിക വികസന കാര്യത്തിൽ പൂർണ്ണമായി ഫലപ്രാപ്തിയിൽ എത്താനായില്ലെന്നതും ദൗർബല്യങ്ങളായി കാണണം. തൊഴിലും നൈപുണ്യ വികസനവും ഒരു ക്യാമ്പയിനാക്കി മാറ്റി അതിൽ സ്ത്രീ തൊഴിൽ ആസ്പദമാക്കി പ്രാദേശിക സാമ്പത്തിക വികസന പരിപാടി ആവിഷ്കരിച്ചുകൊണ്ട് ജനകീയ ആസൂത്രണത്തിലുണ്ടായ ദൗർബല്യങ്ങളെ പരിഹരിക്കാനാകുമെന്നും തോമസ് ഐസക് ചൂണ്ടിക്കാട്ടി. പ്രാദേശിക ഭരണവും ഉൾച്ചേർന്ന വികസനവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. C അച്യുതമേനോൻ പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ ഡോക്ടർ V രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്, മുൻ ചീഫ് സെക്രട്ടറിമാരായ SM വിജയാനന്ദ്, ശാരദാ മുരളീധരൻ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ചു. TCV തൃശൂർ.